നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിനിമാ സ്റ്റൈലിൽ ത്രസിപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലി നൽകി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്തു. സംസ്ഥാനത്ത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. ഏതു സമയത്തേക്ക് ഔദ്യോഗിക പ്രഖ്യാപനം എന്നതിൽ അനിശ്ചിതത്വം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തി പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. KPCC ആസ്ഥാനത്തടക്കം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ എടുത്തുമാറ്റി. പട്ടാമ്പി കൊപ്പത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. വിളയൂർ കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹറയാണ് മരിച്ചത്. മകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി 6 വാഹനങ്ങളും ഇടിച്ച് തകർത്തു. സിനിമാ സ്റ്റൈലിൽ ത്രസിപ്പിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയുടെ സത്യപ്രതിജ്ഞ. സി ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് തുടങ്ങിയ വിജയ് പേപ്പറിൽ നോക്കാതെയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ആണ്ടവൻ മീതെ ആണയിട്ടായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. തന്റെ പഞ്ച് ഡയലോഗുകൾ പോലെ 10,000-ങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. രണ്ടാമത്തെ ഭാഗം മാത്രമാണ് വിജയ് നോക്കി വായിച്ചത്. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലി നൽകി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്തു. വിപുലമായ ചടങ്ങാണ് ഒരുക്കിയിരുന്നത്. ചടങ്ങിന് സാക്ഷിയാകാൻ വിജയുടെ കുടുംബാംഗങ്ങളും TVK പ്രവർത്തകരും സിനിമാ താരങ്ങളും അടക്കം വലിയ നിരയാണ് എത്തിയത്. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് TVKയുടെ സർക്കാർ രൂപീകരിച്ചത്. വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത് 9 മന്ത്രിമാരാണ്. കൊപ്പത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. വിളയൂർ കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹറയാണ് മരിച്ചത്. മകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി 6 വാഹനങ്ങളും ഇടിച്ച് തകർത്തു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കരിങ്ങനാട് കുണ്ടിലെ കൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അപകടം സംഭവിച്ചത്. പുലാമന്തോൾ ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വെളിയൂർ കുരാച്ചിപ്പടി കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹറയാണ് അപകടത്തിൽ മരിച്ചത്. 43 വയസ്സാണ്. ഇവർക്കൊപ്പം സഞ്ചരിച്ചിരുന്ന മകൻ ഷമീൽ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടറിൽ ഇടിച്ച പിക്കപ്പ് വാൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും സ്കൂട്ടറും ഉൾപ്പെടെ 6 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. പല വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ പോലീസും നാട്ടുകാരുമാണ് പരിക്ക് പറ്റിയ ഫാത്തിമ സുഹറയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രിയോടെ മരണം സംഭവിക്കുകയും ചെയ്തു. പിക്കപ്പ് വാൻ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് ഇടയാക്കിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംസ്ഥാന കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തി പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. ആർക്കു വേണ്ടി പ്രകടനം നടത്തിയാലും അയോഗ്യതയായി വിലയിരുത്തുമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. KPCC നേതൃത്വത്തിനും രൂക്ഷ വിമർശനം. പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി. തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ ദീപാദാസ് മുൻഷിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടെങ്കിലും ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുകയാണ് KC പക്ഷം. KC അല്ലാതെ മറിച്ചൊരു തീരുമാനം വരില്ലെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ചർച്ച തുടരുന്നതിൽ സന്തോഷിച്ച് VD പക്ഷം. MLA-മാരുടെ എണ്ണത്തിന് അപ്പുറത്തേക്ക് വീണ്ടും നീങ്ങുന്നത് ഗുണകരമെന്നാണ് കണക്കുകൂട്ടൽ. പ്രതീക്ഷ വിടാതെ RC ഗ്രൂപ്പ് മുന്നോട്ട് തന്നെ. അതേസമയം പരസ്യപ്പോര് നിർത്തണമെന്ന ആഹ്വാനത്തിൽ അണികൾക്ക് നിർദ്ദേശം നൽകി ഗ്രൂപ്പ് മാനേജർമാർ. ഇനിയും പ്രകടനവും ഫ്ലെക്സും വന്നാൽ സാധ്യത കുറയ്ക്കുമെന്നും നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ പിണറായി വിജയൻ. ദില്ലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നെ കാണാം എന്ന് പറഞ്ഞ് മറുപടി നൽകാതെ പോയി. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും പിണറായി മറുപടി പറഞ്ഞില്ല. അതേസമയം കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് എന്നത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തമിഴ്നാട്ടിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഗവർണറുടെ നിലപാടാണെന്ന് വിജയ്ക്ക് എല്ലാ ആശംസകളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് PB യോഗത്തിന്റെ അജണ്ടയെന്നും ബേബി പറഞ്ഞു. കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉടൻ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നാളെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.
നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹങ്ങളിൽ അവസാനത്തെ സപ്താഹം ആരംഭിച്ചു. ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഭദ്രദീപം തെളിയിച്ചു. പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. അടുത്ത ശനിയാഴ്ച ഭാഗവത സപ്താഹം സമാപിക്കും. മാതൃദിനത്തിൽ ചാലിശ്ശേരിയിലെ ബേബി അമ്മയെ തൃത്താല നിയുക്ത MLA VT ബൽറാം ആദരിച്ചു. സ്നേഹനിറവിൽ 4 തലമുറകളുടെ ചിരിയും വാത്സല്യവും നിറഞ്ഞ ജീവിതം മനോഹരമാക്കുന്ന ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ ബേബി അമ്മയെയാണ് ആദരിച്ചത്. 93 വയസ്സിലും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ പുതുതലമുറയെയും ഹൃദയത്തോട് ചേർത്ത് കുടുംബസ്നേഹത്തിന്റെ തണലായി കഴിയുന്ന ബേബിയമ്മയെ കാണാൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് തൃത്താല നിയുക്ത MLA VT ബൽറാം വീട്ടിലെത്തി. പഴയകാല ഓർമ്മകൾ പങ്കുവച്ച അമ്മയെ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജോർജ്, വർഗീസ്, പീറ്റർ, ഷാമു, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികളും അവരുടെ മക്കളെയും കാണാൻ കഴിഞ്ഞ ആത്മനിർവൃതിയിലാണ് അമ്മ. ഇപ്പോൾ മൂത്ത മകൻ ജോർജിനോടൊപ്പം തറവാട്ട് വീട്ടിലാണ് താമസം. കാലം എത്ര മാറിയാലും അമ്മമാരുടെ സ്നേഹത്തിന് പ്രായമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു MLAയുടെ ആദരവ് നിമിഷങ്ങൾ. ബന്ധങ്ങൾ പലപ്പോഴും അകലങ്ങളിലേക്ക് വഴുതിപ്പോകുന്ന ഇന്നത്തെ കാലത്ത് 4 തലമുറകളെ ഒരേ സ്നേഹച്ചുവരിനുള്ളിൽ ചേർത്ത് നിർത്തുന്ന അമ്മയുടെ ജീവിതം പുതുതലമുറയ്ക്ക് വലിയൊരു പാഠമാണെന്ന് MLA പറഞ്ഞു. ജീവിതത്തിൽ ഒരമ്മയെയും മറക്കാൻ കഴിയില്ല. മാതൃത്വത്തിന്റെ മഹത്വവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും ഓർമ്മിപ്പിക്കുന്ന ജീവിതമാണ് ബേബി അമ്മയുടേതെന്നും VT ബൽറാം കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക മാതൃദിനമായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട്. ചാലിശ്ശേരി അറക്കലിലെ ബേബി ചേച്ചി കാണാൻ പറ്റി. 4 തലമുറകളുടെ അമ്മയാണ്, മുത്തശ്ശിയാണ്. എല്ലാ കാര്യങ്ങളും തന്നെത്താൻ ചെയ്യുന്ന തരത്തിൽ ആരോഗ്യവതിയായിട്ട് ബേബി ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ സന്തോഷമാണ്. ഇനിയും അങ്ങനെ മുന്നോട്ട് പോട്ടെ. 4 കഴിഞ്ഞ് 5ാമത്തെ തലമുറയും കൂടി കാണാൻ പറ്റണം നമുക്ക്. അപ്പോൾ എല്ലാ അമ്മമാരും ഇതുപോലെ നമുക്കൊക്കെ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാരാന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മയാണ്. അപ്പോൾ ഏതായാലും ഈ ലോക മാതൃദിനം എല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ വേരുകളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരമാവട്ടെ. മാതൃദിനത്തോടനുബന്ധിച്ച് എല്ലാ അമ്മമാർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. ചടങ്ങിൽ CV മണികണ്ഠൻ, സലിം ചാലിശ്ശേരി, ജിജു ജേക്കബ്, റോഷിത് തമ്പി, പ്രിൻസൺ ചേറു, റീസ പ്രകാശൻ, മോഹനൻ എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെസ്റ്റ് മങ്ങാട് യൂണിറ്റ് 4ാം വാർഷിക പൊതുയോഗം നടത്തി. യൂണിറ്റ് ഓഫീസ് പരിസരത്ത് നടന്ന യോഗം സമിതി കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ മുഖ്യാതിഥിയായി. സമിതി യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ട്രഷററുമായ ജിനീഷ് തെക്കേക്കര, യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു ഭാരതിയൻ, ട്രഷറർ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ പുതിയ ഭാരവാഹികളായി KV വിനോദ് പ്രസിഡന്റ്, വിഷ്ണു ഭാരതിയൻ സെക്രട്ടറി, രാജഗോപാൽ ട്രഷറർ എന്നിവരെയും 13-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. യോഗത്തിന് യൂണിറ്റ് അംഗങ്ങളായ ശ്രീഷ്, സതീഷ് കുമാർ, CM ബഷീർ, ബൈജു, ഷീജ, ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി. വാഗ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിന് കീഴിലുള്ള സെന്റ് ആന്റണീസ് കപ്പേളയിലെ പ്രഥമ തിരുനാളിന് കൊടിയേറി. രാവിലെ ഇടവക ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവകാംഗങ്ങൾ പ്രദക്ഷിണമായി കപ്പേളയിലെത്തി. വിശുദ്ധ അന്തോണീസിന്റെ രൂപം, കിരീടം, വള എന്നിവ സമർപ്പിച്ചു. തുടർന്ന് വികാരി ഫാദർ ജോബി പുത്തൂർ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. കപ്പേളയിൽ നൊവേന, ലതീഞ്ഞ് എന്നിവയുണ്ടായി. കപ്പേളയിലേക്കുള്ള വിശുദ്ധ അന്തോണീസിന്റെ രൂപം ചുങ്കത്ത് പോൾ ജേക്കബും, കിരീടം KP സണ്ണി, ചുങ്കത്ത് ഡൊമിനി എന്നിവരും, വള KT ലാസറുമാണ് സംഭാവന ചെയ്തത്. കൊടിമരത്തിൽ ഉയർത്തിയ കൊടി ചെറുവത്തൂർ സൈമണാണ് സ്പോൺസർ ചെയ്തത്. കൊടിയേറ്റത്തിനു ശേഷം അപ്പം വിതരണമുണ്ടായി. മെയ് 12 ചൊവ്വാഴ്ചയാണ് കപ്പേളയിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 ദിവ്യബലി, നൊവേന, ലതീഞ്ഞ് എന്നീ തിരുകർമ്മങ്ങൾക്കു ശേഷം കപ്പേളയിൽ നിന്നും ഇടവക ദേവാലയത്തിലേക്ക് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. ഇടവക ദിനം, മതബോധന ദിനം, പഴയ കുരിശുപള്ളിയുടെ 60ാം വാർഷികം എന്നിവയും ചൊവ്വാഴ്ച നടക്കും. വികാരി ഫാദർ ജോബി പുത്തൂർ, കൈക്കാരന്മാരായ വിൻസൺ ചെറുവത്തൂർ, ജോബ് കണനായ്ക്കൽ, തോമസ് കാക്കശ്ശേരി, ജനറൽ കൺവീനർ KT ലാസർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. കുന്നംകുളത്തെ ഇടതു വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. നഗരസഭ ഗാന്ധി ചത്തുരത്തിൽ മുന്നിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി സമാപിച്ചു. നിയുക്ത MLA AC മൊയ്തീൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, LDF നിയോജക മണ്ഡലം കൺവീനർ MN സത്യൻ എന്നിവർ നേതൃത്വം നൽകി. ഏരിയ സെക്രട്ടറിമാരായ K കൊച്ചനിയൻ, KD ബാഹുലയൻ, EA ദിനമണി, സൗമ്യ അനിലൻ തുടങ്ങിയവരും റാലിയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നു.
വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയുന്നതിനുള്ള പര്യടന ജാഥ മെയ് 11, 12 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇത് തുടർച്ചയായി 5ാം തവണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ പരാജയ കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നേതൃപരമായ ഇടപെടലുകൾ കുറഞ്ഞതും ചേരിതിരിവുകളും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നും ലീഗ് മണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ പരാജയവുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുണ്ടായത്. TP ഷാജിയുടെ പരാജയം അപ്രതീക്ഷിതമാണെന്ന് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. കേരളത്തിൽ UDF തരംഗം ആഞ്ഞുവീശിയ ഘട്ടത്തിലാണ് UDFന് ഏറെ സ്വാധീനമുള്ള പട്ടാമ്പിയിൽ പരാജയം സംഭവിച്ചത്. UDFന് അനുകൂലമായ ഭേദപ്പെട്ട ലീഡ് നില കൈവരിക്കാനായത് തിരുവേപ്പുറ പഞ്ചായത്തിൽ മാത്രമാണെന്നും യോഗം വിലയിരുത്തി. UDF ശക്തി തെളിയിച്ച പ്രദേശങ്ങളെല്ലാം മുസ്ലിം ലീഗ് സ്വാധീനമുള്ള മേഖലകളാണ്. സ്ഥാനാർത്ഥി പ്രതിനിധീകരിച്ച പട്ടാമ്പി നഗരസഭയിൽ അവിടുത്തെ ജനപ്രതിയായിട്ട് പോലും ശക്തി തെളിയിക്കാൻ കഴിയാതിരുന്നത് ആശ്ചര്യമുളവാക്കുന്നുവെന്നും ലീഗ് യോഗം അഭിപ്രായപ്പെട്ടു. UDFന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ജയമുറപ്പിക്കാനുണ്ടായിരുന്നു. എന്നിട്ടും പട്ടാമ്പിയിൽ ജയം ഉറപ്പിക്കാൻ കഴിയാതെ വന്നത് UDF നേതൃത്വം പരിശോധിക്കണമെന്നും മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തുടക്കം മുതലേ UDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപക പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും നടന്നിരുന്നു. പണം നൽകിയാണ് സീറ്റ് തരപ്പെടുത്തിയ എന്ന രീതിയിലായിരുന്നു പ്രചരണം. അതിലെ തെറ്റിദ്ധാരണ മാറ്റാനായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന TP ഷാജി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് V4 പട്ടാമ്പി എന്ന സംഘടനയുണ്ടാക്കി UDFനെ പരാജയപ്പെടുത്തിയതിലും ഭരണം നഷ്ടപ്പെടുത്തിയതിലും TP ഷാജിയുടെ പ്രവർത്തകർക്കുണ്ടായിരുന്ന അകൽച്ച മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് TP ഷാജി കോൺഗ്രസിന്റെ ഭാഗമായതും മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചതും ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതും. ഉടൻ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകിയതും ശരിയായില്ലെന്ന അഭിപ്രായമാണ് UDF പ്രവർത്തകരിലുള്ളത്. പ്രവർത്തകരിലെ ഷാജി വിരുദ്ധത മാറ്റിയെടുക്കുവാൻ കുറഞ്ഞ സമയം കൊണ്ട് സാധിച്ചില്ല. UDF കേന്ദ്രങ്ങൾ വലിയ പിന്തുണ നൽകിയപ്പോൾ നിഷ്പക്ഷ വോട്ടുകൾ നഷ്ടമായി. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിൽ റിയാസ് മുക്കാലിയെ പരിഗണിക്കാതിരുന്നത് വലിയൊരു വിഭാഗം പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കി. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നേതൃപരമായ ഇടപെടലുകൾ കുറഞ്ഞതും ചേരിതിരിവുകളും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നും മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രദേശങ്ങളിലും വോട്ട് ചോർന്ന രീതിയിലുള്ള പ്രചരണം ദുരുദ്ദേശപരമാണെന്നും കമ്മിറ്റി വ്യക്തമാക്കി. പട്ടാമ്പിയിലെ പരാജയ കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുവാൻ ജില്ലാ UDF കമ്മിറ്റിയോട് ആവശ്യപ്പെടാനും നിയോജകമണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. കുന്നംകുളം പടിഞ്ഞാറെ അങ്ങാടി സെന്റ് ലാസറസ് പഴയ പള്ളിയുടെ സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, നേർച്ച ഭക്ഷണം എന്നിവ ഉണ്ടായി. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരൻ KC കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾ, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമ്പലപ്പാട്ട് ഗോപാലമേനോൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി എരുമപ്പെട്ടിയിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CG ജോൺ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ KP ശ്രീദേവി അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, ഡോക്ടർ ബിനി, KP നന്ദകുമാർ, KP മുകേഷ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് യൂണിറ്റ് ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ വൈദ്യ പരിശോധനയും രക്തപരിശോധനയും നടന്നു. പള്ളി പാരിഷ് ഹാളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ജേസൺ മാറോക്കി നിർവഹിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, കേരള ലേബർ മൂവ്മെന്റ് കുനമുച്ചി യൂണിറ്റ് പ്രസിഡന്റ് PV ഷാജൻ, സെക്രട്ടറി KK ജോഷി, ട്രഷറർ ലിയോ ലോന എന്നിവർ സംസാരിച്ചു. ഹീമോഗ്ലോബിൻ, കിഡ്നി ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ, തൈറോയ്ഡ് ടെസ്റ്റ് തുടങ്ങിയവയ്ക്കൊപ്പം ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ആധുനിക രീതിയിൽ സജ്ജമാക്കിയ ലാബിൽ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ സൗജന്യ രക്തപരിശോധനയും രക്തസമ്മർദ്ദം, ശരീരഭാരം എന്നിവയുടെ പരിശോധനയും നടന്നു. മെഡിക്കൽ വിഭാഗം പരിശോധനകൾക്ക് ഡോക്ടർ വിനയ K ചന്ദ്രൻ, ഡോക്ടർ അഖിൽ K വിജയൻ എന്നിവരും, ത്വക്ക് വിഭാഗത്തിൽപ്പെട്ട പരിശോധനയ്ക്ക് ഡോക്ടർ പിങ്കി സലീം, ഡോക്ടർ വിജേഷ് വത്സലൻ എന്നിവരും നേതൃത്വം നൽകി. ജാതിമത ഭേദമന്യേ നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കാട്ടകമ്പാൽ YMCAയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. YMCA ഹാളിൽ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. YMCA പ്രസിഡന്റ് CC മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു.
നാഷണൽ മുൻ പ്രസിഡന്റ് ബെഞ്ചമിൻ കോശി വിശിഷ്ടാതിഥിയായി. IMA പ്രസിഡന്റ് ഡോക്ടർ താജ് പോൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ, YMCA തൃശൂർ സബ് റീജിയൺ ചെയർമാൻ ജോൺസൺ മാറോക്കി എന്നിവർ സംസാരിച്ചു. YMCA രക്ഷാധികാരി PJ ചാൾസ്, വൈസ് പ്രസിഡന്റ് KA ജോസഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി PA മോൺസൺ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാർ പരിശോധനകൾ നടത്തി. സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. മേഖലയിലെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല നാളെ ആഘോഷിക്കും. ചൊവ്വാഴ്ചയാണ് പൂരം. തട്ടകങ്ങൾ ആഘോഷ ലഹരിയിൽ. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല തിങ്കളാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിലെ വലിയ പൂരം കൊണ്ടാടുക. 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന വള്ളുവനാട്ടിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയൻകാവ്. 10 തറ 4 ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷം. പുറമത്ര ദേശത്തിനാണ് വലിയ കാളവേലയുടെ നടത്തിപ്പ്. മീനമാസത്തിലെ ചെറിയ കാളവേലയ്ക്കും ഇടപ്പൂരത്തിനും ശേഷമാണ് ക്ഷേത്രത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വിഷുക്കണി കണ്ടുകൊണ്ടാണ് മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1 മാസം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് വലിയ കാളവേലയും പൂരവും ആഘോഷിക്കുന്നത്. നാളെ രാവിലെ 8-ന് കാളവേല കൊട്ടിയറിക്കലോടെ ചടങ്ങുകൾ ആരംഭിക്കും. വൈകുന്നേരം 7-ന് ഡോക്ടർ അമ്മന്നൂർ ജനീഷ് ചാക്യാരുടെ ചാക്യാർകൂത്തും തുടർന്ന് മട്ടന്നൂർ ചിറക്കൽ നിതീഷ് എന്നിവരുടെ ഇരട്ടത്തായമ്പകയും അരങ്ങേറും. തുടർന്ന് രാത്രി കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം 11 മണിയോടെ കാളപ്രദക്ഷിണം ആരംഭിക്കും. അടിയന്തരക്കാർ, പാലാക്കുറിശി നായർ, വെളിച്ചപ്പാടുമാർ, ദേവസ്വം പ്രതിനിധികൾ, വിവിധ ദേശപ്രതിനിധികൾ എന്നിവയുടെ അകമ്പടിയോട് കൂടിയാണ് കാളപ്രദക്ഷിണം നടക്കുക. തുടർന്ന് കാളയിറക്കം പ്രദക്ഷിണം, കാളകയറ്റം, ദേശക്കാളകളുടെ കാളക്കളി, തോൽപ്പാവക്കൂത്ത് എന്നിവയും നടക്കും. 100-ൽ പരം ഇണക്കാളകളുടെ ചാരുതയിലാണ് മുളയൻകാവിലെ വലിയ കാളവേല ആഘോഷിക്കുക. ചൊവ്വാഴ്ച വലിയ പൂരവും ആഘോഷിക്കും. രാവിലെ പൂരം കൊട്ടിയറിക്കൽ, ഉച്ചയ്ക്ക് ശേഷം സന്ധ്യാവേലയ്ക്ക് വിളക്ക് വയ്ക്കൽ, തായമ്പുക, കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, പൂരം കൊട്ടിക്കേറൽ, താലം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പരമ്പരാഗത വേലകളുടെ വരവ്, വെളിച്ചപ്പാടുമാരുടെ നൃത്തം, അരിയറ തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരിക്കും. രാത്രിയും പകൽപൂരത്തിന്റെ തനിയാവർത്തനമാണ് നടക്കുക. വാഗ ചെട്ടിയെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് നാരായണീയോത്സവം സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച ശ്രീമദ് നാരായണീയോത്സവത്തിൽ ഗുരുവായൂർ ജ്ഞാനാനന്ദ സരസ്വതി വേദാന്ത വിജ്ഞാന കേന്ദ്രം ആധ്യാത്മിക പഠന കേന്ദ്രം ചെയർമാൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മുഖ്യാചാര്യനായി. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള നാരായണീയ സമിതികളുടെ നേതൃത്വത്തിൽ നിരവധി ഭക്തജനങ്ങൾ നാരായണീയോത്സവത്തിൽ പങ്കെടുത്തു. ഭക്തജനങ്ങൾക്കായി രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. നാരായണീയത്തെ ആസ്പദമാക്കിയുള്ള പാരായണവും വിവരണവുമായി നടന്ന നാരായണീയോത്സവം വൈകിട്ട് 5 മണിക്ക് സമാപിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തയിലേക്ക്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന സീനിയർ CLCയുടെ നേതൃത്വത്തിൽ 2ാമത് അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നിർമ്മല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. സഹവികാരി ഫാദർ സാന്റിയോ അലവത്തിങ്ങൽ, വാർഡ് മെമ്പർ ഷാജി വർഗീസ്, സീനിയർ CLC പ്രസിഡന്റ് ബിൻസ് വർഗീസ്, ചെസ് കൺവീനർ ഫ്രിജോ ഫ്രാൻസിസ്, ഹേമ ട്രീസ എന്നിവർ സംസാരിച്ചു. ഡെൽഫി ആലപ്പാട്ട്, സെബിൻ മരിയ, AR രഞ്ജിത്ത്, ഫ്രിൻഡോ ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിനിമാ സ്റ്റൈലിൽ ത്രസിപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലി നൽകി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്തു. സംസ്ഥാനത്ത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. ഏതു സമയത്തേക്ക് ഔദ്യോഗിക പ്രഖ്യാപനം എന്നതിൽ അനിശ്ചിതത്വം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തി പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച ഹൈക്കമാൻഡ്. KPCC ആസ്ഥാന അടക്കം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ എടുക്കുന്നു. പട്ടാമ്പി കൊപ്പത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. വിളയൂർ കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹറയാണ് മരിച്ചത്. മകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി 6 വാഹനങ്ങളും ഇടിച്ചു തകർത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.